നമ്മുടെ പൃഥ്വിരാജ് സുകുമാരനും രാഹുൽ സദാശിവനും കൂടെ പുതിയൊരു ഒടിയനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പടം വരുന്നുണ്ട്. അപ്പോഴാണ് നിങ്ങൾക്കൊന്നും അറിയാത്ത ഒരു സൈഡ് ഓഫ് ഒടിയൻ കഥകളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചത്. നിങ്ങളിത് എവിടെയും കേൾക്കില്ല. കാരണം ഇത് തലമുറയായിട്ട് എൻ്റെ ഫാമിലിയിൽ വാമൊഴിയായിട്ട് പറഞ്ഞു വന്നിട്ടുള്ള കഥയാണ്. ഇപ്പോൾ ഒരുപാട് കൊല്ലങ്ങൾക്ക് മുമ്പ് 10, 100, 200 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു 2 വലിയ രാജ്യങ്ങളുടെ നടുവിൽ ഒരു ചെറിയൊരു സാമന്ത രാജാവായിട്ട് ഒരാളുണ്ടായിരുന്നു. ഒരു പുള്ളി ഉണ്ടായിരുന്നു. പുള്ളി കോൺസ്റ്റൻ്റ്ലി ഒരു പ്രശ്നത്തിലായിരുന്നു. കാരണം 2 വലിയ രാജ്യങ്ങളാണ് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളത്. അപ്പോൾ യുവന്മാർക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് പുല്ല് പോലെ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന സ്ഥലമാണ് പുള്ളിയുടെ സ്ഥലം. പുള്ളി അത്ര വലിയ പവർഫുൾ ആയിട്ടുള്ള രാജാവും ആയിരുന്നില്ല. ആ അടുത്താണ് ഒരു വലിയ നാട്ടുരാജ്യം പുള്ളീനെ ആക്രമിക്കാൻ വേണ്ടി അങ്ങോട്ട് വരുന്നത്. ഒരു വലിയ പടയും കൊണ്ട് ഒരു 10-300 ആൾക്കാരൊക്കെ ഉണ്ടാവും ആ ഒരു പടയിൽ. അപ്പോഴാണ് വേറൊരു ട്വിസ്റ്റ് വരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ സേഫ്റ്റീനെ മുൻനിർത്തി അവിടെ ഒരു 10-20-30ഓളം ആൾക്കാരുള്ള ഒരു കുടുംബക്കാരെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ നാട്ടുരാജ്യത്ത് ഒരു അമ്പലത്തിന് ചുറ്റുമാണ് ഇവരെയൊക്കെ താമസിപ്പിച്ചത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു കൊടും കാട് കയറി വേണം ഈ ഒരു രാജ്യത്തേക്ക് എത്തിപ്പറ്റണമെങ്കിൽ. ഒരു വലിയ നാട്ടുരാജ്യം ഒരു വലിയ പടയും കൊണ്ട് വരുന്നു എന്ന് അറിഞ്ഞിട്ടും ആ രാജാവ് സ്വന്തം പടയനെ ഒരുക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തില്ല. വെറും ഈ 10-30 ഈ ആൾക്കാർ വരുന്ന ഈ ഫാമിലിയുടെ കയ്യിൽ ഈ ഹോൾ രാജ്യത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ്. പലർക്കും ഇതൊരു മോശമായിട്ടുള്ള തീരുമാനമായിട്ട് തോന്നി, വളരെ മടിയനായിട്ടുള്ളൊരു രാജാവായിട്ട് തോന്നി. അതുപോലെ തന്നെ ഇത് പ്രാക്ടിക്കലി ഇംപ്രാക്ടിക്കലായിട്ടൊരു സാധനമാണ്. 10-200 പേരെ ഒറ്റയ്ക്ക് ഇടിച്ചിട്ട് ഇവർ വിജയിച്ചിരിക്കാത്തൊന്നല്ലോ. പക്ഷേ വരും ദിവസങ്ങളിൽ വളരെ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. കാരണം ആ ഒരു 10-200-300 പേര് വരുന്ന ആ ഒരു പട തിരിച്ച് ഓടിയിരിക്കുകയാണ്. ആ ഒരു 10-30 ആൾക്കാരുള്ള ആ ഒരു വീട്ടുകാർ ആ ഒരു രാജ്യത്തിനെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് ആ 10-200-300 പേരുള്ള ആ ഒരു പടയെ തന്നെ തിരിച്ച് ഓടിപ്പിച്ചു. ഇനി വരുന്നൊരു പാർട്ടാണ് എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്തത്. പക്ഷേ നിങ്ങൾക്കതൊരു ഇൻട്രസ്റ്റിംഗ് കഥയായിരിക്കും. അവരെങ്ങനെയാണ് അങ്ങനെ ഓടിച്ചതെന്ന് വെച്ചാൽ ഈ 10-20-30 പേര് വരുന്ന ഈ ഒരു വീട്ടുകാരെന്ന് പറയുന്നത് മായാജാലം അറിയുന്ന ആൾക്കാരായിരുന്നു. അവരവരുടെ മന്ത്രവും തന്ത്രവും ഒക്കെ വെച്ചിട്ടാണ് ആ ഒരു കാട്ടിൽ കയറി ആ ഒരു ആൾക്കാരെ മൊത്തം തിരിച്ചു ഓടിച്ചത്. അങ്ങനെ രാജാവ് ആ ഒരു ഫാമിലീനെ അവിടുത്തെ പട്ടയവും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവിടെ തന്നെ ലാൻഡും വീടൊക്കെ കൊടുത്ത് സെറ്റിൽ ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ വരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഭയങ്കര വലിയ സ്റ്റോറി അല്ലെങ്കിലും ഇത് അത്യാവശ്യം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറി ആയിട്ട് എനിക്ക് തോന്നി. എൻ്റെ അച്ഛൻ കുറച്ച് ആൾ മുമ്പാണ് ഇത് പറഞ്ഞത്. പുള്ളിയുടെ അപ്പൂപ്പൻ പറഞ്ഞു കൊടുത്തതാണ്. ഇതിങ്ങനെ കൈമാറി വന്നതാണ്. പിന്നെ പലരും ഒടിയൻ എന്ന് വിചാരിക്കുമ്പോൾ വളരെ മന്ത്രതന്ത്ര മറിച്ചതൊക്കെ അറിയാവുന്ന ഭയങ്കര വില്ലനായിട്ടുള്ള ക്യാരക്ടർ അങ്ങനത്തെ ഒക്കെ ഒരു രീതിയിലാണ് പൊതുവേ പറയാറ്. പക്ഷേ മൂവീസിലൊന്നും അങ്ങനെയല്ല കാണിക്കുന്നത്. ഇൻ റിയൽ ലൈഫ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ അവർ ഒരിക്കലും എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടുള്ള ഈ മന്ത്രവും തന്ത്രവും ഒക്കെ ഉണ്ടെന്ന് അവർ ചെയ്യുന്ന പരിപാടി പ്യുവർ മാജിക് ആയിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ അവർ തന്നെ പറയുന്ന പല ഇപ്പം നമുക്കറിയാവുന്ന പല സ്റ്റോറീസൊക്കെ ഫാബ്രിക്കേറ്റഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചിലപ്പോൾ ഇവർ തന്നെ അടിച്ചിറക്കിയതായിരിക്കാം അവരൊന്ന് പേടിപ്പിക്കാൻ വേണ്ടി, ആൾക്കാരൊന്ന് പേടിച്ച് നിൽക്കണമല്ലോ അതിനു വേണ്ടി, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ അടിച്ചിറക്കിയതായിരിക്കാം. പണ്ട് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു സാധനം ആരെങ്കിലുമൊക്കെ ചെയ്താൽ എന്തെങ്കിലുമൊക്കെ ട്രിക്സ് അതിൻ്റെ പിറകിലുണ്ടാവുന്ന ആലോചിക്കാതെ ഇയാൾ വലിയ എന്തോ സംഭവമാണെന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു 10-200 കൊല്ലം മുമ്പ് പോയിട്ട് അല്ലെങ്കിൽ വളരെ വളരെ പണ്ട് ഒരു കേരളത്തിൽ പോയിട്ട് നിങ്ങളൊന്ന് മൂൺ വാക്ക് അടിച്ചു നോക്കുക. അവർ നിങ്ങളെന്തോ വലിയ സംഭവമെന്നും പറഞ്ഞ് നിങ്ങളെന്തോ പ്രേതാണെന്ന് പറഞ്ഞു അടിച്ചോടിക്കും. കാരണം ഇമ്പോസിബിൾ ആയിട്ടുള്ള സംഭവങ്ങളാണല്ലോ. പക്ഷേ എനിക്ക് തോന്നുന്നത് രാഹുൽ സദാശിവൻ്റെ ആ ഒരു ഒടിയൻ എന്ന് പറയുന്ന പടം അത് അത്യാവശ്യം ഒരു വില്ലൻ ആയിട്ടായിരിക്കും പൃഥ്വിരാജ് വരാൻ പോകുന്നത്. പിന്നെ ഏറ്റവും ആദ്യം ആ ഒരു പോസ്റ്ററിൽ തന്നെ കൊടുത്തിരിക്കുന്നത് മഞ്ജു വാര്യരുടെ പേരാണ്. മേ ബി പുള്ളിക്കാരിയായിരിക്കാം ചിലപ്പോൾ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യുന്നത്, നമുക്കറിയില്ല. ആൻഡ് നമുക്കറിയാലോ രാഹുൽ സദാശിവൻ എത്ര കിഡിലിനായിട്ട് ഹൊറർ സബ്ജക്റ്റ് എടുക്കുന്ന ആളാണ്. ഇനി ഒടിയൻ കഥകളെപ്പറ്റി പറയുമ്പോൾ ശരിക്കും നമ്മൾ വളരെ റാഷണലൈസ് ചെയ്ത് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു ഇന്ത്യയിലത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഹിസ്റ്ററിയിൽ വരെ ചിലപ്പോൾ മിത്തോളജി ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ രാമായണം, മഹാഭാരതം ഇതിൻ്റെയൊക്കെ ഏതെങ്കിലുമൊക്കെ പോർഷൻ റിയലായിട്ട് നടന്നിട്ടുണ്ടാവും, അത് ഉറപ്പാണ്. പക്ഷേ ഇതിലത്തെ പല വേറെ സംഭവങ്ങളൊക്കെ ഇടയിൽ ആഡ് ചെയ്തതായിരിക്കും. പിന്നെ നമ്മുടെ ലിറ്ററേച്ചറിൽ പ്രത്യേകിച്ച് പഴയ കാലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് ഇങ്ങനെ മാജിക്കലായിട്ട് കുറേ എലമെൻറ്റ്സ് ഇങ്ങനെ കുത്തിക്കയറ്റുന്ന ഒരു പരിപാടിയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പലതിലും ഒരു അക്യുറേറ്റ് ഹിസ്റ്ററി ഇല്ല.
നമ്മൾ സ്വയം ആലോചിച്ച് നമുക്ക് റിയാലിറ്റി എന്താണെന്ന് ജസ്റ്റ് ഗസ് ചെയ്യാനേ പറ്റുള്ളൂ. കാരണം നമ്മുടെ ഹിസ്റ്ററി റെക്കോർഡ് ചെയ്യുന്ന ഒരു മെത്തേഡ് അതുപോലെ ആയിപ്പോയി. അതുകൊണ്ടാണ് അതിന് ഇതിഹാസം എന്നൊരു വേറൊരു പേരും വന്നത്. ശരിക്കും ഒടിയൻ കഥകളുടെ ഒരു എവല്യൂഷൻ എന്നൊക്കെ പറയുന്നത് ഇവരൊരു പ്രത്യേക ഡേറ്റിനെ ആരാധിച്ചിരുന്നു. ആ ഡേറ്റ് ഒരു ദിവസം വന്ന് ഇവരുടെ ഒരു കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇവർക്ക് ബാക്കിയുള്ളവർ ഈ പവർ ഉള്ളവരുടെ കയ്യിൽ നിന്ന് ഏകദേശം മുതലെടുക്കാൻ വേണ്ടി വേറൊരു വരം കൊടുക്കുകയാണ്. ഇതുപോലെ ആരായിട്ടും മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു വരം. ഒന്ന് ആലോചിച്ച് നോക്കുക, അന്ന് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല. അതുപോലെ തന്നെ ഇവർ പക്ക സ്ട്രീറ്റ് ലെവൽ സ്ട്രീറ്റ് ഫിറ്റ് എന്ന് പറയുന്ന ടൈപ്പ് ആൾക്കാരാണ്. ഇവർ വിചാരിച്ച ആരെ വേണമെങ്കിലും പുഷ്പം പോലെ പേടിപ്പിക്കാൻ പറ്റും. പിന്നെ അന്ന് ജസ്റ്റ് ഒരു ഇല അനങ്ങിയാൽ തന്നെ നമുക്ക് പേടിക്കാൻ പറ്റും. കാരണം അത്രയധികം കഥകളാണ് ചുറ്റുമുള്ളത്. രാത്രി എന്ന് പറഞ്ഞാൽ പൊതുവേ ആൾക്കാർക്ക് പേടിയുള്ള ടൈമും കൂടെ ആയിരുന്നു ആ ഒരു ടൈം എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇലക്ട്രിസിറ്റി വന്നതിന് ശേഷം വേറെ ഒരു ആൾക്കാരോ ഇതുപോലത്തെ ഒരു പരിപാടി നടന്നിട്ടില്ല. കാരണം എന്താ, പേടിപ്പിക്കാൻ പറ്റില്ല. ആൾക്കാർക്ക് വെട്ടം വന്നതോടുകൂടി ആ ഒരു പേടിപ്പിടിക്കൽ ആ ഒരു സംഭവമൊക്കെ പോയി. ആദ്യമായിട്ട് ഈ ഒരു ടോപ്പിക്ക് വന്നത് നമ്മുടെ ലാലേട്ടൻ്റെ ഒടിയനാണെങ്കിലും അതെന്താ ഉണ്ടായെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഞാനൊക്കെ പോയിരുന്നു ആ ടൈമിൽ. ആ ഹർത്താൽ ദിനം വരെ അത്രയും ഹൈപ്പായിരുന്നു. എല്ലാവരും വണ്ടി കിട്ടിയ എല്ലാത്തിലും കയറി തിയേറ്ററിൽ പോയി അവസാനം നെഞ്ച് വിരിച്ചുകൊണ്ട് ഇറങ്ങി വരാൻ പറ്റിയില്ല. അറ്റ്ലീസ്റ്റ് ഈ ഒരു ഒടിയൻ കണ്ടതിന് ശേഷം നെഞ്ചും വിരിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇറങ്ങി വരാൻ പറ്റട്ടെ. പിന്നെ രണ്ടാമത്തെ ഒരു ഡെപ്പിക്ഷൻ എന്ന് പറയാൻ നമ്മുടെ ലോകയിലെ നമ്മുടെ ചാർലി എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അത് പക്ഷേ സെറ്റപ്പായിരുന്നു. ഒരു മോഡേണൈസ്ഡ് വേർഷൻ ഓഫ് ഒടിയൻ. അതൊരു പക്ക ഒരു സമുറായിട്ട് അത് സെറ്റപ്പായിട്ട് സാധനമായിരുന്നു. അത് നമ്മുടെ പഴയ ഫോക്ക് ഫ്ലോസിനൊക്കെ ഒരു പുതിയൊരു ഡെഫിനിഷൻ കൊടുക്കുക എന്നുള്ളതായിരുന്നല്ലോ ലോക എന്ന് പറയുന്ന ആ ഒരു യൂണിവേഴ്സിൻ്റെ തന്നെ ഒരു എയിം എന്ന് പറയുന്നത്. അത് അവർ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒടിയൻ വന്നാലും സെറ്റായിട്ട് ഓടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ഒടിയൻ എന്താവുമെന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ഏജ് ഓഫ് ഇല്യൂഷൻസ് എന്നാണ് പറയുന്നത്. നമ്മുടെ ബ്രഹ്മയുഗം നമ്മുടെ ഏജ് ഓഫ് മാഡ്നസ് എന്ന് പറയുന്ന പോലെ ഇത് ചിലപ്പോൾ ഒരു ട്രിലജിയുടെ ഭാഗമായിരിക്കാം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ വല്ലതും ഇതിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ സെറ്റപ്പ് ആയേനെ. അതെങ്ങനെയാവുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ DS ഇറയിൽ പുള്ളി ആ ഒരു യൂണിവേഴ്സ് പോലത്തെ ഒരു സാധനം ചെറുതായിട്ട് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതിനെ കൊണ്ട് പ്ലേസ് ചെയ്യുമായിരിക്കാം. അത് സെറ്റപ്പായിരിക്കും. നന്നായിട്ട് ചെയ്താൽ മതി. ഏറ്റവും വലിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ മഞ്ജു വാര്യർ ഇതിലുണ്ട്. നമ്മുടെ മറ്റേ ഓടിയലിലും മഞ്ജു വാര്യർ ഉണ്ടായിരുന്നു. ഇത്തവണയെങ്കിലും പുള്ളിക്കാരി കഞ്ഞിയുടെ കാര്യമായിട്ട് വരരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. പിന്നെ പണിയറിയാവുന്ന രണ്ടുപേരാണ് കൂടെ ഉള്ളത്. അതുകൊണ്ട് മോശമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സെറ്റപ്പ് ആയിരിക്കും. പിന്നെ വേറൊരു ടൈപ്പ് ഓഫ് ചിലപ്പോൾ നമ്മൾ ഈ വിചാരിക്കുന്ന രീതിയിലേ ആയിരിക്കില്ല. ചിലപ്പോൾ മഞ്ജു വാര്യരാണ് ഒടിയനെങ്കിലോ പറയാൻ പറ്റില്ല. അങ്ങനെ വേറൊരു ഡിഫറെൻറ്റ് ടേക്കാണ് കൊടുക്കുന്നതെന്നും പറയാൻ പറ്റില്ല. പിന്നെ ഏജ് ഓഫ് ഇല്യൂഷൻസ് എന്നാണ് പേര് തന്നെ. ഏജ് ഓഫ് മാഡ്നസ് എന്താ കാണിച്ചു വെച്ചതെന്ന് നമുക്കറിയാലോ. അതുപോലത്തെ വേറൊരു രകം, വേറെ സെറ്റപ്പ് സാധനം ആയിക്കോട്ടെ ഇത്.